പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഉപവാസ പ്രാർത്ഥനയെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പതിവായി ബുധനാഴ്ചകൾ കൂടിയിരുന്ന നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുവാൻ ദൈവം നമുക്ക് സാവകാശം തന്നല്ലോ. കഴിഞ്ഞ നാളുകളൊക്കെ ദൈവം നടത്തിയ വിധങ്ങളോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് ചിന്തയ്ക്കായിട്ട്, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് തിരുവെഴുത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിന് 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. വായിച്ചാട്ടെ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. വിശുദ്ധ തിരുവെഴുത്തിൽ ഒരുപാട് സ്ഥലങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതില് ഒരു സ്ഥലത്തിന്റെ പേരാണ് നമ്മളിപ്പോ വായിച്ചത്. മാൾട്ട അഥവാ സഞ്ചാരികളുടെ പറുദീസ എന്ന് പറയുന്ന മെലീത്ത ദ്വീപിനെ കുറിച്ചാണ് നമ്മളിപ്പോ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രയിൽ തന്നെ ദൈവം നടത്തിയ വിധങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് ആ സ്ഥലത്തിന്റെ പേരും കൂടി രേഖപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ സുവിശേഷകൻ നിമിത്തം, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ നിമിത്തം ആ സ്ഥലം പോലും ചരിത്രത്തിന്റെ ഭാഗമായി അറിയപ്പെടുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവര് പ്രസിദ്ധരായി തീരും, കർത്തൃവേല ചെയ്യുന്നവര് നിമിത്തം സകലവും അനുഗ്രഹിക്കപ്പെടും എന്നതിലേക്ക് ഈ വാക്യം വിവരിച്ചുകൊണ്ടുകയാണ്. രക്ഷപ്പെട്ടതിന് ശേഷം എന്ന് പറയുമ്പോൾ 27-ാം അധ്യായത്തിലെ കൊടുങ്കാറ്റും കപ്പലിലുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ ഉദ്ദേശിച്ചാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതിന് ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന പൗലോസ് ഗ്രഹിക്കുകയാണ്. ആത്മീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ സകലവും മുൻകൂട്ടി ഗ്രഹിച്ചല്ല യാത്ര ചെയ്യുന്നത്. ചിലതൊക്കെ അവിടെ ചെന്നെത്തുമ്പോഴാണ് ഗ്രഹിക്കുന്നത്. എങ്കിലും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം ഒന്നുകൂടി വായിക്കാം. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം അതാണ്. സമുദ്രത്താൽ, വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്തിനാണല്ലോ ദ്വീപ് എന്ന് പറയുന്നത്. ആ ദ്വീപിൽ വെളിപ്പെട്ട അസാധാരണ ദയ. ഈ ശബ്ദം കേൾക്കാൻ നിങ്ങൾ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ചുറ്റപ്പെട്ട് ഏതെങ്കിലും പ്രതികൂലത്തിൽ അകപ്പെട്ടിരിക്കുന്നയാളാണെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിലെ ഒരു ദൂത് ഈ സന്ദേശത്തിൽ കൂടി ഞാൻ വിളിച്ചു പറയട്ടെ. നിങ്ങളുടെ പ്രശ്നത്തിന്റെ മധ്യേ, നിങ്ങളുടെ പ്രതികൂലത്തിന്റെ മധ്യേ അസാധാരണ ദയ കൽപ്പിക്കുന്ന ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. അസാധാരണ ദയ വെളിപ്പെടും. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഒരു അസാധാരണ ദയയാണ്. അത് ദൈവത്തിന് അറിയാം. സാധാരണ ദയയല്ല വേണ്ടത്. എന്നാൽ സാധാരണതയും അസാധാരണതയും വെളിപ്പെടുന്ന കഴിവുള്ള ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ കുറച്ച് ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ചില ദൈവപ്രവൃത്തികൾ കാണാൻ കഴിയുന്നു. പൗലോസ് ദൈവത്തിന് ഹിതപ്രകാരം പ്രാർത്ഥിച്ച് യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിൽ കൊടുങ്കാറ്റുണ്ടാകുകയാണ്. ഈശാനമൂനിൽ നിന്ന് കാറ്റ്, വല്ലാത്ത കാറ്റ്, സമ്മതിക്കാത്ത കാറ്റ്, പല തരത്തിലുള്ള കാറ്റ് താൻ യാത്ര ചെയ്യുന്ന കപ്പലിന് നേരെ ആഞ്ഞടിക്കുകയും ആ കപ്പല് തകരുകയും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ വാഗ്ദത്തമുള്ളവൻ തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ താൻ റോമയിൽ എത്തിച്ചേരുക തന്നെ ചെയ്തു. ഇന്ന് പകൽക്കാലം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഏതെല്ലാം കാറ്റടിച്ചാലും, ഏതെല്ലാം പ്രതികൂലം ഉണ്ടായാലും, ഏതെല്ലാം അഭിപ്രായങ്ങൾ വന്നാലും എത്തേണ്ടടുത്ത് എത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം. 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോട് കൂടെ 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. പ്രൈസ് ദി ലോർഡ്. റോമയിൽ എത്തിക്കും, കൈസർ മുമ്പാകെ നിൽക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് അവിടെ എത്തിക്കുവാനിടയായി തീർന്നു. ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്ന പല സംവിധാനങ്ങളും പല സാഹചര്യങ്ങളും തകരുന്നതും മാറി മറിയുന്നതുമാണെങ്കിലും ഇന്ന് പകൽ ഓർക്കുക, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട കൃപയിൽ ജീവിക്കുന്നവന് എത്തിക്കാമെന്ന് പറഞ്ഞിടത്ത് എത്തിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സംവിധാനമൊക്കെ തകർന്നാലും, ഈ സാഹചര്യമൊക്കെ മാറി മറിഞ്ഞാലും, ഞാൻ ഏത് തരത്തിൽ ലോകത്ത് മാറ്റപ്പെട്ടാലും പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയണം, ഞാൻ എത്തേണ്ടിടത്ത് എത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിന് വിശുദ്ധ ജീവിതം ആവശ്യമാണ്, അതിന് പ്രാർത്ഥന ആവശ്യമാണ്, അതിന് വചനധ്യാനം ആവശ്യമാണ്, അതിന് ഒരുക്കം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ
മെലിത്ത എന്ന് ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങളോട് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. ചിലതൊക്കെ പ്രതികൂലമാകുമ്പോൾ, ചിലതൊക്കെ പ്രശ്നമായി തീരുമ്പോൾ അതിനകത്ത് നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്. ഒരു അസാധാരണതയെ വെളിപ്പെടാൻ അടുത്തിരിക്കുന്നു. വിശ്വസിച്ചാട്ട് എന്റെ പ്രതികൂലത്തിനകത്ത്, എന്റെ പ്രശ്നത്തിനകത്ത്, എന്നെ ചുറ്റുന്ന, എന്നെ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ഇന്ന് അല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ അസാധാരണതയെ വെളിപ്പെടുക തന്നെ ചെയ്യും. നിരാശപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഒരു അസാധാരണതയെ എന്റെ തലമുറയിൽ വെളിപ്പെടുത്തണമേ. കർത്താവേ, ഒരു അസാധാരണതയെ എന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുത്തണമേ. കർത്താവേ, ഒരു അസാധാരണ ദയ എന്റെ ശുശ്രൂഷയിൽ കൂടി ലോകത്തിൽ വെളിപ്പെടുത്തണമേ. നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവം പറഞ്ഞാൽ ആരും ദയ കാണിക്കും. ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതെല്ലാം അസാധാരണ ദയയെ കുറിച്ചാണല്ലോ. നമുക്ക് ചേർന്ന് ദയയെ കുറിച്ചുള്ള ഒരു വാക്യം കൂടി വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 2 ശമൂവേൽ 9-1 മുതലുള്ള വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ദയയെ കുറിച്ച് ഒരു പരാമർശം നമ്മൾ പഠിക്കുക. അനന്തരം ദാവീദ് ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന യോനാഥാൻ, ഈ യോനാഥാൻ നിമിത്തമാണ് ഹല്ലേലൂയ ശൗലിന്റെ കുടുംബത്തിലേക്ക് ഒരു ദയ ഇറങ്ങി വരുന്നത്. ഇന്ന് പകൽക്കാലം ഇടപാടുകളും ബന്ധങ്ങളും നിമിത്തം, പ്രാർത്ഥന നിമിത്തം, ആത്മീയരുമായിട്ടുള്ള സഹകരണ നിമിത്തം നമ്മുടെ കുടുംബത്തിനകത്തോട് ദയ ഇറങ്ങി വരത്തക്ക രീതിയിൽ ഒരു നല്ല ബന്ധം സൂക്ഷിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ശൗലിന്റെ കുടുംബത്തിന് ദയ കാണിക്കാൻ ഒരു സാധ്യത അവിടെ ഇല്ല. കാരണം ഒന്ന്, ദൈവം തള്ളിക്കളഞ്ഞ മനുഷ്യനാ ശൗല്. ഓർക്കുക, എന്തുകൊണ്ട് തള്ളി? അതിന് വ്യക്തമായ മറുപടിയുണ്ട്. ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് വേർതിരിവില്ല. പക്ഷെ ദൈവം തള്ളിയത് ഇങ്ങനെയാണ്: അവൻ എന്റെ വചനം അനുസരിക്കാത്തത് കൊണ്ട് ഞാൻ അവനെ രാജസ്ഥാനെ തള്ളിയിരിക്കും. ദൈവം പ്രഖ്യാപിച്ചു. ഓർക്കുക, വിശ്വാസിയായാലും പാസ്റ്റർ ആയാലും ആരായാലും വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്തവനെ തമ്പുരാൻ തള്ളിക്കളയും. ഹല്ലേലൂയ. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യും, ശൗലിനെ തള്ളുകയും ചെയ്തു. ദൈവം തള്ളിയിട്ടും കുറെ നാള് കിരീടം മാറ്റിവെക്കാതെ, സിംഹാസനം വിടാതെ, ചെങ്കോല് മുറുകെ പിടിച്ച് ശൗൽ തുടർന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ദൈവത്തിന്റെ തിരുമനസ്സിൽ നിന്ന് അവൻ അന്നൊക്കെ തള്ളപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. ദൈവം ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി കണ്ട് ഇശ്ശായിയുടെ മക്കളിൽ നിന്ന് വേർതിരിപ്പാടായിട്ട്. നമ്മുടെ വിഷയം അതല്ലല്ലോ. ദയ കാണിക്കേണ്ടതിന് ഓർക്കുക, നമ്മൾ അനുഭവിക്കുന്ന ദയ ദൈവത്തിൽ നിന്നാണെങ്കിലും, നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നാണെങ്കിലും, നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം ദൈവത്തിൽ നിന്നാണെങ്കിലും അതിനൊക്കെ നിമിത്തങ്ങളും മുഖാന്തരങ്ങളും ഉണ്ട്. അത് മറക്കരുത്. നന്ദിയുള്ളവരായി സേവയുടെയായി തീരണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര്, നമുക്ക് വേണ്ടി സംസാരിച്ചവര്, നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നവര്, നമ്മെ പരിചയപ്പെടുത്തിയവരിങ്ങനെ ഒത്തിരി പേര് ആത്മീയ ശുശ്രൂഷയിൽ കാണാൻ കഴിയും. ദൈവത്തിൽ നിന്നാണ് ദയ വരുന്നതെങ്കിലും നിമിത്തങ്ങളെ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയ കുളത്തിൽ ഹല്ലേലൂയ മറന്നു പോകുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിപ്പാനിടയായി തീരണം. വായിച്ചാട്ടെ. അനന്തരം ദാവീദ് ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. ഓർക്കുക, മറ്റൊരു ചിന്ത. പ്രാർത്ഥിക്കുന്ന അഭിഷേകൻ നിമിത്തം, പ്രാർത്ഥിക്കുന്ന ദൈവാസന നിമിത്തം, പ്രാർത്ഥിക്കുന്ന ഭാര്യ നിമിത്തം ഒക്കെ നമ്മുടെ ഭവനത്തിനകത്തേക്ക് ദൈവത്തിന്റെ ദയ ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ ദയ അനുഭവിക്കുമ്പോൾ, ദൈവത്തിന്റെ ദയയിൽ നാം ജീവിക്കുമ്പോൾ നാം ഈ പ്രാർത്ഥിക്കുന്നവരൊന്നും മറന്നു പോകരുത്. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്ന് പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. സീബ എന്ന് പേരുള്ള ഒരു ഭൃത്യനുണ്ട്. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. അവനെ ദാവീദ് വിളിച്ചു വരുത്തുകയാണ്. രാജാവ് അവനോട് നീ സീബയോ എന്ന് ചോദിച്ചു. ഇവിടെ ആത്മീയരുടെ സ്വഭാവ ഗുണം വെളിപ്പെടുകയാണ്. ദാവീദ് ആത്മീകനാണ്. ദൈവത്തിന്റെ അഭിഷക്തന് നേരെ അവസരമുണ്ടായിട്ടും കുന്തമെടുക്കാത്ത മനുഷ്യനാണ്. ദൈവത്തിന്റെ അഭിഷക്തൻ വീണുപോയിട്ടും തെറ്റായ പ്രകടനം നടത്താൻ കൂട്ടുനിൽക്കാത്ത ആളാണ്. ദൈവത്തിൽ ദയ അനുഭവിച്ചയാളാണ് ദാവീദ്. അതുകൊണ്ട് ഞാൻ ദയ കാണിക്കാൻ തയ്യാറാകുന്നു. ഓർക്കുക ദൈവവേദനയിലെ, നീ ദൈവത്തിന് ദയ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന് ആശ്വാസം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ലഭിക്കാൻ നീ ഒരു മുഖാന്തരമായി തീരണം. ദയ ലഭിച്ചവരെ ദൈവ കാണിക്കാൻ ഒക്കത്തുള്ളൂ. ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്. ഹല്ലേലൂയ.
ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടത്. ആമേൻ. ഓർക്കുക, നാം ആരോട് എന്തെല്ലാം കാണിച്ചാലും ഏതെല്ലാം നന്മകൾ ചെയ്യാൻ ഒത്താലും ഓർക്കണം, നമുക്കതിലൊന്നും പ്രശംസിക്കാനില്ല. അതെല്ലാം ദൈവത്തിന്റെ ദയയാണ്. ദൈവം നമ്മെ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ കരുണയാണ്. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തായിട്ട് യോനാഥന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ ഒരു വീക്ഷണം ഈ വാരത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നമ്മൾ പഠിക്കണമല്ലോ. സീബയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, യോനാഥാന്റെ ഒരു മകനുണ്ടെന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ ആ മകനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ന്യൂനതയും പറഞ്ഞു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഓർക്കുക, 2 കാലിനും മുടന്തുള്ള ഒരു മനുഷ്യൻ. എന്തൊക്കെയുണ്ടെങ്കിലും തമ്പുരാൻ ദയ കാണിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനൊരു മുഖാന്തരം ഒരുക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് ദയ കാണിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും പരിചയപ്പെടുന്ന സീബ പറയുകയാണ്, 2 കാലിനും മുടന്തുള്ള ഒരു മനുഷ്യരാണ്. ഒന്നുകൂടി നോക്കണമേ, ഈ ന്യൂനത എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ കുറവുകൊണ്ട് ഉണ്ടായതുമല്ല. അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ഓടുമ്പോ വീണ് മുടന്തനായി പോയതാ. എന്നാലും പരിചയപ്പെടുത്തുന്നയാള് പറയുകയാണ്, 2 കാലിനും മുടന്തുണ്ട്. ഇന്ന് പകൽക്കാലം ഓർക്കുക, മറ്റുള്ളവർ നിന്റെ കുറവ് കാണുമ്പോൾ, മറ്റുള്ളവർ നിന്റെ പ്രയാസങ്ങളെ കാണുമ്പോൾ, മറ്റുള്ളവർ നിന്റെ പോരായ്മകളെ കണ്ട് അത് പറയുമ്പോൾ നിന്നോട് ദയ കാണിക്കുന്ന, നിന്റെ കുറവ് ഓർക്കാതെ വണ്ണം, നിന്റെ പോരായ്മകൾ ഓർക്കാതെ വണ്ണം ദയ കാണിക്കുന്ന ദൈവസ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിലേക്ക് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയ വെളിപ്പെടുന്നതിന്, ദൈവത്തിന്റെ കരുണ വെളിപ്പെടുന്നതിന്, ദൈവം ഒരാളെ ഉപയോഗിക്കുന്നതിന് അയാളുടെ ശരീരത്തിലെ വൈകല്യം ഒന്നൊരു പ്രശ്നമേ അല്ല. പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം കേൾക്കുന്ന ദൈവവൈതലേ, ഏതെങ്കിലും ഒരു മാധ്യമത്തോട് നിങ്ങൾ ഇത് കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ വൈകല്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ പ്രയാസമുണ്ടെങ്കിലും ദൈവത്തിന്റെ ദയ നിങ്ങളിൽ വെളിപ്പെടുന്നതിന് ദൈവത്തിന്റെ മുമ്പാകെ പ്രശ്നമേ അല്ല എന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന്, ആമേൻ, അവൻ എവിടെയെന്ന് ചോദിച്ച് വിളിച്ചു വരുത്തിക്കൊണ്ട് ഹല്ലേലൂയ രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷണവും രാജാവിന്റെ പാനീയവും ഒക്കെ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപമംഗലമായി ജീവിച്ച നമ്മൾ, പാപലോകത്തിൽ ജീവിച്ച നമ്മൾ, ദയ അർഹിക്കാത്ത നമ്മൾ, മുമ്പേ നമ്മൾ ഹല്ലേലൂയ ജാതികളായിരുന്നു, ഇസ്രായേൽ പോലും ഒരു ബന്ധമില്ലാത്തവരായിരുന്നു, പ്രമാണമില്ലാത്തവരായിരുന്നു, വാഗ്ദത്തങ്ങൾ അന്യരായിരുന്നു. എന്നാൽ മഹാരാജാവിന്റെ ദയ നമ്മെ തേടിയെത്തി. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് ഒരു ദൈവത്തിന്റെ അസാധാരണതയാണ്, ഒരു ദൈവത്തിന്റെ അസാധാരണ കരുണയാണ്. ഈ കർത്തൃമേശയിൽ പങ്കെടുപ്പാൻ, ഈ രാജാവിനെ ആരാധിപ്പാൻ, ഈ രാജാവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരു മുഹമ്മദീയനായ എന്റെ ജീവിതത്തിലും അസാധാരണമായ ദൈവത്തിന്റെ ദയ വെളിപ്പെട്ടു. ഹല്ലേലൂയ. സാധ്യതയില്ലാത്തിടത്ത് അസാധാരണയെ വെളിപ്പെടുന്ന ദൈവം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ദാവീദ് യോനാഥാൻ നിമിത്തം ആ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദയ വെളിപ്പെടുന്നത് നമ്മൾ കാണുന്നു. ഒരുപാട് ഭാഗത്ത് തിരുവഴുത്തിൽ ദൈവത്തിന്റെ ദയയെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ വെളിപ്പെട്ടത് ഒരു അസാധാരണ ദയയാണ്. ഓർക്കുക, കർത്തൃവേലക്കാരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, ഞെരുക്കങ്ങൾ ഉണ്ടാവും. എന്നാൽ അസാധാരണ ദയ വെളിപ്പെടുന്ന ദൈവം ജീവിക്കുന്നു. ഓർക്കുക, കർത്തൃവേലയിൽ പ്രയാസപ്പെടുന്ന, പ്രതികൂലം അനുഭവിക്കുന്ന, പ്രതിസന്ധി കടന്നു പോകുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അസാധാരണ ദയ കൽപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടാവും. കാരണം ശുശ്രൂഷയ്ക്കായി ഒരുവനെ വിളിക്കുന്നത് ഒരു അസാധാരണ വിളിയാണ്. ഒരു ശുശ്രൂഷകൻ ചെയ്യുന്നത് സാധാരണ കാര്യങ്ങളല്ല, ദൈവത്തിന്റെ അസാധാരണമായ കാര്യങ്ങളാണ്. അത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ പറഞ്ഞല്ലോ, ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് അന്യഭാഷ പറയാൻ തുടങ്ങിയപ്പോ ഇവർ സാധാരണ കാര്യമല്ല, ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. അഭിഷക്തന്മാർ ചെയ്യുന്നതെല്ലാം വൻകാര്യങ്ങളാണ്. അതിൽ സാധാരണക്കാർ ഇടപെടാനേ പാടില്ല. കാരണം സങ്കീർത്തനക്കാരെ പറയുന്നുണ്ട്, ഞാൻ എന്റെ ബുദ്ധിക്കെത്താത്ത അത്ഭുത വൻകാര്യങ്ങൾ ഇടപെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വൻകാര്യങ്ങൾ ഇടപെടരുത്. ബുദ്ധിക്കെത്താത്ത വിഷയങ്ങളും വൻകാര്യങ്ങളും ഇടപെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നവരാണ് കർത്താവിന്റെ ശുശ്രൂഷകന്മാർ. അവർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുന്നത് സാധാരണ ദയയല്ല, അസാധാരണ ദയയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഏൽപ്പിച്ചു കൊടുത്താട്ട്, ആത്മാവിൽ ജാഗരിച്ചാട്ട്, കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ട്, കർത്താവെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ, വലിയ ശുശ്രൂഷ ചെയ്യുവാൻ ഒരു അസാധാരണ ദയ എന്റെ ജീവിതത്തിൽ, എന്റെ സഭയിൽ, എന്റെ ചർച്ചയിൽ അങ്ങ് വെളിപ്പെടുത്തുന്ന സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, ഞാൻ പ്രവർത്തിക്കുന്ന ഫീൽഡിൽ ഒരു അസാധാരണത ഈ ദിവസങ്ങൾ വെളിപ്പെടുമാറാകണം. Praise the Lord. വായിച്ചാട്ടെ.
അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു, മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇങ്ങനെ, ഈ ദ്വീപിലൊക്കെ അക്കാലത്ത് നരഭോജികളുണ്ടായിരുന്നു. കപ്പലപകടത്തിൽപ്പെട്ട ആളുകളെ പിടികൂടി ഭക്ഷണമാക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത് എന്ന് ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കാം. നോക്കൂ, പിടിച്ചു തിന്നുന്ന ആളുകൾ, നശിപ്പിക്കുന്ന ആളുകൾ ഇപ്പൊ അനുകൂലമായിട്ട് ആ പ്രാർത്ഥന നിമിത്തം, അഭിഷേക നിമിത്തം, കൃപ നിമിത്തം, ദൈവത്തിന്റെ വിളി നിമിത്തം അവിടെ പൗലോസിന് ഒരു അസാധാരണത വെളിപ്പെടുകയാണ്. കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവനെ കയറ്റുപറ്റി. അവൻ ഈ അസാധാരണതയെ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ തീ കൂട്ടി ഞങ്ങളെ കൈക്കൊണ്ടു. ആ വാക്യം ഒന്ന് വായിക്കാമോ? അവർ മഴയും, അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു, മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. അവർ കൈക്കൊണ്ടത് വെറുതെ അല്ല കൈക്കൊണ്ടത്, തീ കൂട്ടി കൈക്കൊണ്ടു. പ്രതിസന്ധിക്കകത്ത്, പ്രതികൂലത്തിനകത്ത് കർത്താവദാസന്മാരെ കേവലം കൈക്കൊണ്ടാൽ പോരാ, അവര് വിഷയങ്ങൾ അറിഞ്ഞ് കൈക്കൊള്ളാൻ ദൈവമക്കളും കർത്തൃവേലക്കാരും തയ്യാറാകണം. തീ കൂട്ടി കൈക്കൊണ്ടു. അപ്പയുടെ ആവശ്യം തീയാണ്. ശൈത്യമുണ്ട്, മഴയുള്ളത് കൊണ്ട് തീ കൂട്ടി കൈക്കൊണ്ടു. വചനം ഇങ്ങനെ പറയുന്നു, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീ കൂട്ടി കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ഓർക്കുക, അവിടെ അവര് കൂട്ടിയ തീയുണ്ട്. ഒരു അപ്പോസ്തലൻ എന്നുള്ള നിലക്ക്, ഒരു ശ്രേഷ്ഠ അധികാരമുള്ള വ്യക്തി എന്നുള്ള നിലക്ക്, പ്രാർത്ഥിച്ച ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് പിന്നീട് വിറകിടാതെ, തീ കൂട്ടാതെ അതിനകത്തിരുന്ന് അവിടെ ഇരുന്ന് ചൂട് അനുഭവിച്ചാലും മതി അപ്പോസ്തലന്. പക്ഷേ അപ്പോസ്തലൻ പ്രവർത്തന നിരതരാണ്. ഹല്ലേലൂയ. അത് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് തന്റെ ശുശ്രൂഷയെ കുറിച്ച്. ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 1 തെസ്സലോനി 2:6 മുതൽ, സ്തോത്രം, വായിച്ചാട്ടെ. 1 തെസ്സലോനി 2:6. 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 2:6. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിക്കുവാൻ കഴിവുണ്ടായിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ആ തീയുടെ ചൂട് അനുഭവിച്ചവിടെ ഇരുന്നാൽ മതി, പക്ഷേ ഘനത്തോടെ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നിട്ടും. ബാക്കിയോട് വായിച്ചാട്ടെ. അല്ല, അതന്നെ ഈ ബാക്കി തന്നെ ബാക്കി. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിക്കുവാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഘനത്തോടെ ഇരിപ്പാൻ തനിക്ക് അവസരം ഉണ്ടായിട്ടും മാനം അന്വേഷിക്കാതെ താൻ പല കാര്യങ്ങൾ ചെയ്തു. ഇനി 2 തെസ്സലോനി 3 സ്തോത്രം 8. ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ഒരു അനുഭവം, ആരുടെ ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാതിരുന്നിട്ടല്ല, നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. ആമേൻ. പൗലോസിന്റെ ജീവിതം മുഴുവനും മാതൃകയായിരുന്നു. താൻ അനുകരിക്കുവാൻ ഒരു മാതൃക വെക്കുന്നയാളാണ്. ഘനത്തോടെ ഇരിക്കാൻ തനിക്ക് അവസരമുണ്ട്. നമുക്കറിയാം, കർത്തൃവേലയിൽ മുൻപ് പോയി പ്രവർത്തിച്ച ആത്മാക്കളുള്ള ഒരു മണ്ഡലത്തിൽ നമ്മൾ ചെന്നിരുന്നാലും നമുക്ക് അവിടെ നന്നായി സുഖമായൊക്കെ പോകാം. പക്ഷെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ആത്മാക്കളെ നേടുന്നവരാകണം, പ്രവർത്തന നിരതമായി കർത്താവിൽ അധ്വാനിക്കുന്നവരാണെന്നത്രേ. പൗലോസ് ഇവിടെ വിറക് പെറുക്കി തീക്കകത്തോട്ടിട്ട് തീക്കകത്തുനിന്ന് അണലി പുറത്തു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സുപരിതമായ ഭാഗമാണല്ലോ. എന്തെങ്കിലും ചെയ്യുന്നവനാണ് പ്രതികൂലമുള്ളത്, എന്തെങ്കിലും പ്രവർത്തിക്കുന്നവനാണ് പോരാട്ടമുള്ളത്. വെറുതെ ഇരിക്കുന്നവന് പ്രശ്നങ്ങൾ കുറവായിരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, കപ്പല്, സ്തോത്രം, നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിന് പ്രശ്നം കുറവാണ്. അതിന് തിരമാല ഉപകരിക്കേണ്ട, അതിന് മറ്റൊരു പ്രശ്നവുമില്ല, അതിങ്ങനെ നിൽക്കുന്നതായിരിക്കും. എന്നാൽ ഓടുന്ന കപ്പലിന് പ്രതികൂലമുണ്ട്, തിരമാലയുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, ഐസ് മലയുടെ പ്രശ്നമുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഓർക്കുക, കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത് എക്കാലത്തും നങ്കൂരം ഇട്ടിരിക്കാനല്ല, ഓടുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം തന്റെ വേലക്ക് വിളിച്ചിരിക്കുന്നത് പ്രയോജനപ്പെടുവാനാണ്, പ്രവർത്തിക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അണലി പുറപ്പെട്ടു. അണലി ചൂട് നിമിത്തം പുറപ്പെട്ടു അവരെ കൈക്ക് പറ്റി. പ്രൈസ് ദി ലോർഡ്. തണുത്ത അന്തരീക്ഷത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഒരു തണുത്ത അവസ്ഥയിൽ പോവുകയാണെങ്കിൽ, എന്നാൽ ഹല്ലേലൂയ, ഒരു ചൂടുള്ള അവസ്ഥയിലേക്ക്
ഒരു സ്തോത്രം പ്രയോജനപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിന്റെ അകത്തും തന്നെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും, പുറത്തുനിന്നും പ്രശ്നം ഉണ്ടാകും. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്ന ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യനൊരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. പൗലോസിന്റെ കയ്യിൽ തൂങ്ങുന്ന അണലി അവർ കാണുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, വെളിപ്പാടുള്ള മനുഷ്യൻ, ദൂതനിറങ്ങി വരുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ പോലും കാണത്തക്കത് പ്രശ്നമുണ്ടായി, അത് വിമർശിക്കപ്പെടുന്ന പ്രശ്നങ്ങളുണ്ടായി. ഓർക്കുക, നാം വിമർശിക്കപ്പെടുമ്പോഴും പ്രശ്നം നമ്മുടെ മേൽ തൂങ്ങുമ്പോഴും ഭാരപ്പെടരുത്. ദൈവത്തിന്റെ അസാധാരണതയെ വെളിപ്പെടാൻ പോവുകയാണ്. പൗലോസിന്റെ ജീവിതത്തിൽ അത്രമാത്രം പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, അത്രമാത്രം വെളിപ്പാടുള്ള മനുഷ്യൻ, നിയോഗത്തിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ പോലും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്, അഭിപ്രായങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ അത് സ്വാഭാവികമായിരിക്കാം. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ആമേൻ. സർപ്പത്തെയും പേടിച്ചില്ല, അഭിപ്രായത്തെയും പേടിച്ചില്ല, കുടയുവാനുള്ള അഭിഷേകം പൗലോസിന് വ്യാപരിക്ക് വേണ്ടിയായി തീർന്നു. ഇന്ന് പകൽക്കാലം വിമർശനങ്ങളെ കുടഞ്ഞു കളഞ്ഞാട്ട്, പ്രശ്നത്തെ കുടഞ്ഞു കളഞ്ഞാട്ട്, അഭിഷേകത്തിൽ ബലം പ്രാപിച്ചാട്ട് ദൈവത്തിന്റെ അസാധാരണതയെ വെളിപ്പെടുക തന്നെ ചെയ്യും. കുടയുവാനുള്ള അഭിഷേകം ഈ ദിവസം നിറവേണ്ടിയായി തീരും. പൗലോസിന്മേൽ പ്രാപിച്ച അഭിഷേകം, ബലത്തോടെ വ്യാപരിക്കുന്ന ശക്തി തന്റെ മേലുണ്ടായിരുന്നു. പൗലോസ് അതാണല്ലോ പറയുന്നത്, പ്രവചിപ്പാനും ശുശ്രൂഷിപ്പാനും പ്രാർത്ഥിപ്പാനും എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് ധ്വനിക്കുന്നു. ഇത് കുടയണമെങ്കിൽ, എറിയണമെങ്കിൽ, പ്രബോധിപ്പിക്കണമെങ്കിൽ, പ്രസംഗിക്കണമെങ്കിൽ ഓർക്കുക, ഒരു ശക്തി വ്യാപരിക്കണം. ആ ശക്തി പൗലോസിനെ അറിയാൻ തന്നിലുണ്ടെന്ന്. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. ഇന്ന് പകൽക്കാലം ശത്രു കാത്തിരിക്കുന്ന, ദുഷ്ടൻ പദ്ധതി ഒരുക്കിയിരിക്കുന്ന ഒന്നും നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നിന്നെ ജയിപ്പാനടിയായി തീരും. ഇവര് കാത്തിരിക്കുകയാണ്, മരിച്ചു വീഴുമെന്ന് അല്ലെങ്കിൽ വീർക്കുമെന്ന്. എന്നാൽ അതൊന്നും കണ്ടില്ല. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ മനസ്സു മാറി എന്ന പദത്തിൽ നമുക്ക് അല്പം നിൽക്കണം. ഇന്ന് പകൽ ഓർക്കുക, നമ്മുടെ പ്രസംഗം കേട്ട ആളുകൾ മനസ്സു മാറാം, നമ്മുടെ ഇടപാട് കൊണ്ട ആളുകൾ മനസ്സു മാറാം. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടത കണ്ടിട്ട് അവിടെ നാം എടുക്കുന്ന നിലപാടും അതിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ അഭിഷേകവും ദൈവത്തിന്റെ അസാധാരണ ദയവും കണ്ടിട്ട് ആളുകളെ മനസ്സു മാറുകയായി തീരും. ഒരു ശുശ്രൂഷകന്റെ ജീവിതം മുഴുവനായും പ്രയോജനപ്പെടും. ഒരുപാട് മണ്ഡലങ്ങളിൽ മനസ്സു മാറിയത് കാണാൻ നമ്മൾ കഴിയുന്നുണ്ട്. നോക്കുക, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടത കണ്ടിട്ട് ഒരു കൂട്ടം ആളുകളുടെ മനസ്സ് മാറുകയാണ്. ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൽ കൂടി നേരിട്ട് അനുഭവിച്ചറിയുകയാണ്. ഒരു കൂട്ടം ആളുകൾ അതുകൊണ്ട് പ്രകാശത്തിലേക്ക് വരികയാണ്. അങ്ങനെ ആ ദ്വീപ് യേശുവിനെ റെഡിയായി തീരുകയാണ്. ഓർക്കുക, ശുശ്രൂഷകന്റെ ജീവിതത്തിൽ കാറ്റടിക്കുമ്പോൾ അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാറ്റിനെ കുറിച്ച് പറയുന്നതെങ്കിലും സന്ദർഭോചിതമായി ഞാൻ പറയട്ടെ, ഈ മാൾട്ട ദ്വീപ് യേശുവിനെ അറിയണമെന്ന് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. അത് പൗലോസിന്റെ പദ്ധതിയിലുള്ളതായിരുന്നില്ല എങ്കിലും അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഓർക്കുക, പൗലോസിന്റെ പ്ലാനിൽ റോമിലെത്തുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ പ്ലാനിൽ മാൾട്ട ദ്വീപിൽ യേശുവിനെ അറിയുക എന്നുള്ളതായിരുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്ലാനല്ല, നിങ്ങളുടെ വികാരങ്ങളല്ല, നിങ്ങളുടെ ചിന്തകളല്ല, ദൈവമേ നീ എന്നെ ഏതെല്ലാം സ്ഥലത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അത് എന്നിൽ കൂടി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുവാൻ ഈ വചനം നമുക്ക് വെളിപ്പാട് നൽകുകയാണ്. യശയ്യാവിന്റെ പ്രവാചകൻ ചേർന്ന് പഠിക്കുമ്പോൾ എടുക്കണ്ട, നമുക്കറിയാം നിങ്ങളുടെ വിചാരങ്ങളുണ്ട്, എന്റെ വിചാരങ്ങളുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ പ്ലാനും അല്ല എന്റെ പ്ലാൻ എന്ന് തമ്പുരാൻ വെളിപ്പെടുത്തുകയാണ്. ഈ മാൾട്ട ദ്വീപിൽ യേശുവിനെ അറിയണം, രോഗികൾ സൗഖ്യമാകണം. അവിടെ ചിലർ മനസ്സു മാറുന്നത് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചിട്ടാണ് കാറ്റടിച്ചത്. ചേർന്ന് പഠിക്കാം. നിക്കോദിമോസിനോട് യേശു ഇങ്ങനെ പറഞ്ഞു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക്, അഥവാ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടമുള്ളിടത്തേക്ക്. വലിയ ആത്മീയ അർത്ഥമാണ്. പണ്ഡിതനായ നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വരുവാൻ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അവനിലേക്ക് ഊതി.
ഹല്ലേലൂയ. വടതിക്കാറ്റെ ചുന്നിക്കാറ്റെ വരിക, ഫലം കായ്ക്കാൻ തോട്ടത്തിൽ ഊതുക. തോട്ടം സഭയെ കുറിച്ച് പറയുക. ഇത് പകൽക്കാലം കാറ്റിന്റെ ഊത്ത. ഹല്ലേലൂയ. മാലൂമിയും കപ്പൽ നായകനും ഒക്കെ ആലോചന പറഞ്ഞു. മിക്ക പേരുടെയും ആലോചന നോക്കി ജനയാത്ര ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കാറ്റൂതി ഈ മാൾട്ട ദ്വീപിലേക്ക് ഇവരെത്തുവേണ്ടിയായി. ഇന്ന് പകൽക്കാലം നമുക്കൊരു പ്ലാനുണ്ട്, നമുക്കൊരു പദ്ധതിയുണ്ട്, നമുക്ക് ചില കണക്കൂട്ടൽ അതിലപ്പുറമായി ദൈവമേ എന്നെ എവിടെയാണ് അങ്ങ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, അവിടത്തേക്ക് നീ എന്നെ അയക്കണമേ. അവിടെ അസാധാരണ എന്നിൽ കൂടി നീ വെളിപ്പെടുത്തണമേ. കർത്താവേ, ഇന്ന പട്ടണത്തിൽ ഇന്ന ദേശത്ത് ഞാൻ ഉപയോഗിക്കപ്പെടാൻ അങ്ങ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിന്റെ കാറ്റ് അങ്ങോട്ട് ഊതണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിപ്പടിയായി തീരട്ടെ. കപ്പൽ തകർന്നാലും പലകപ്പുറത്ത് കയറിയിരുന്നാലും ഓളങ്ങൾ സഞ്ചരിച്ചാലും എത്തേണ്ടത് എത്തിക്കുമെന്ന് വാഗ്ദത്തം വിശ്വസ്തനാണ്. ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് ഉപസംഹരിക്കാൻ പോകുന്ന കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-9 വാക്യം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അസാധാരണ ദൈവപ്രവൃത്തി ചെയ്യാൻ വിശ്വസ്തനാണ്. രോഗസൗഖ്യമാക്കാൻ വിശ്വസ്തനാണ്. ആത്മാക്കളെ തരുവാൻ വിശ്വസ്തനാണ്. കൈക്കൊള്ളുവാൻ വിശ്വസ്തനാണ്. മനസ്സ് മാറ്റുവാൻ വിശ്വസ്തനാണ്. സാമ്പത്തിക പ്രതിസന്ധി മാറ്റുവാൻ വിശ്വസ്തനാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിന് വലിയ കാറ്റ് ഞങ്ങളുടെ മേൽ ഊതപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് ഞങ്ങൾ എത്തി വേലയിൽ പ്രയോജനപ്പെടാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. നിന്റെ വാക്ക് ഞങ്ങൾ നിവർത്തിക്കണമേ. അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വാരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.